കാരുണ്യം ഒഴിച്ചു കൊടുക്കാൻ പറയാ, കാരുണ്യം കൊടുക്കാൻ വേണ്ടി പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്ത് കൊണ്ട് സ്വർഗ്ഗം വാങ്ങിക്കാനുള്ള വഴി പറഞ്ഞു തരികയാ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാതൃകകൾ വിശുദ്ധ ഖുർആൻ എമ്പാടും പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലേക്ക് വരൂ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ, അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, പിന്നെ അവർ സംശയിച്ചിട്ടേ ഇല്ല. ലം യർതാബു, പിന്നെ അവർക്ക് സംശയം വന്നിട്ടില്ല. അല്ലാഹുവിലും റസൂലിലും ഉറച്ചു വിശ്വസിച്ചവരാണ്. അതുമാത്രമല്ല, വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവരുമാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഇവരാണ് സത്യസന്ധരായ മുസ്ലിമീങ്ങൾ, ഇവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. എന്തൊക്കെ വേണം? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു, ലവലേശം സംശയം തീണ്ടാത്തവർ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തവർ, ഇവരാണ് ശരിയായ വിശ്വാസികൾ. നമ്മൾ അത്തരം വിശ്വാസികളിലെ ചേർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട നേരമാണിത്. മാ മിൻ യൗമിൻ, ഏതൊരു ദിവസം പുലരുമ്പോഴും, ഇല്ലാ വ മലകാൻ യൻസിലാൻ, രണ്ട് മാലാഖമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും. യഖൂലു അഹദുഹുമാ, ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ നിന്റെ മാർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക്, പാവപ്പെട്ടവർക്ക്, ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കണമേ. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റൊരു മലാഖ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ആരൊക്കെയാണോ നിന്റെ മാർഗത്തിൽ തരാതെ പിടിച്ചു വെക്കുന്നത് അവർക്ക് നീ നാശം കൊടുക്കണമേ. ഇങ്ങനെ രണ്ട് മാലാഖമാർ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ ഹദീസ് ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും മുഅ്മിനീങ്ങളെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്, എത്ര ആയത്തുകളാണ്. ഈ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ വിവിധ വഴികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം. എന്താണ് ആ ദാനം? അൽ കറമു മഅൻ നഫ്സ്, സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട ദാനം ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചിപ്പിക്കുന്നു. സൂറത്തുൽ അറാഫിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹില്ലതീ അഖ്റജ ലിഇബാദിഹി വത്ത്വയ്യിബാതി മിനർ റിസ്ഖി ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ ഖാലിസതൻ യൗമൽ ഖിയാമah. ഖുൽ, പറയൂ, മൻ ഹറമ സീനത്തല്ലാഹില്ലതീ അഖ്റജ ലിഇബാദിഹി, ഓരോ മനുഷ്യനും അല്ലാഹു പുറപ്പെടുവിച്ചു കൊടുത്ത ഭംഗി ആരാണോ ഹറാമാക്കുന്നത്, ആർക്ക് ഹറാമാണെന്ന് പറയാൻ പറ്റും? അല്ലാഹു നൽകുന്ന സീനത്ത്. വത്ത്വയ്യിബാതി മിനർ റിസ്ഖി, നിങ്ങൾക്ക് ത്വയ്യിബായ ഭക്ഷണവും അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ഹറാമാക്കേണ്ടതില്ല. ഖുൽ, പറയണം, ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ ഖാലിസതൻ യൗമൽ ഖിയാമah, ഇത് മുഅ്മിനീങ്ങൾക്കും വേണ്ടതാണ്. ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ത്വയ്യിബായ ഭക്ഷണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു ഭംഗി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഖാലിസതൻ യൗമൽ ഖിയാമah, നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണത്. ഇവിടെ മുഅ്മിനിനും അല്ലാത്തവർക്കും അത് കിട്ടും. ഇതാണ് വ്യത്യാസം. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുഅതി ദുനിയ, ഈ ലോകത്തെ സൗകര്യങ്ങളും ഈ ലോകത്തെ സമ്പാദ്യവും അല്ലാഹു നൽകിയേക്കും, ലിമൻ അഹബ്ബ
വലിമൻ ലം യുഹിബ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു സമ്പത്ത് നൽകിയേക്കും. വലാ യുഅ്തിദ്ദീന ഇല്ലാ മൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവൻ്റെ ദീൻ പഠിക്കാനുള്ള ഭാഗ്യം തരൂ. അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഖൽബ് തരൂ. അത് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളമാണ്. പക്ഷേ ഈ ലോകത്തെ സൗകര്യങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുത്തേക്കും. അതുകൊണ്ടാണ് ഖാലിസത്തൻ യൗമൽ ഖിയാമ, ഖുർആന്റെ പദപ്രയോഗം നോക്കണം. ഇത് ഇവിടെ മുസ്ലിമും അമുസ്ലിമും അനുഭവിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് ഇത് മുസ്ലിമിന് മാത്രമാണ്, ഇത് മുഅ്മിനിന് മാത്രമാണ്. അതുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് നബി തങ്ങളോട്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി നബിയെ, എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ്. നബിയെ, എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ്. നബിയെ, എൻ്റെ ചെരുപ്പ് എൻ്റെ ചെരുപ്പ് നന്നാവണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ട് നബിയെ, ഇത് അഹങ്കാരമാകുമോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സ്വഹാബി അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ, എനിക്കിത് ഇഷ്ടമാണ്. നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, നല്ല ഭക്ഷണം, അതെനിക്ക് ഇഷ്ടമാണ്. ഇത് അഹങ്കാരമാണോ നബിയെ? തങ്ങൾ പറഞ്ഞു, അല്ല, അഹങ്കാരം എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ്, സത്യത്തെ മൂടിവെക്കലാണ്, ഹഖ് മൂടിവെക്കലാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം മനോഹരമായ വസ്ത്രം നിങ്ങൾ അണിയണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കണം. ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രം, നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും. നിസ്കരിക്കാൻ പോകുമ്പോൾ ആ കടന്നുറങ്ങിയ വസ്ത്രം ഇട്ടിട്ട് പോവുക, സുബൈക്കൊക്കെ വരുമ്പോൾ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ പൈജാമയൊക്കെ ഇട്ടിട്ട് വരിക. അങ്ങനെ ചെയ്യരുത്. നല്ല വസ്ത്രം, അള്ളാഹുവിന് മുമ്പിലേക്ക് പോവല്ലേ. ഖുദൂ സീനതകും, അള്ളാഹു നിങ്ങളുടെ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ജമീൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. അള്ളാഹുവിന് ഭംഗി ഇഷ്ടവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഒരു തരം ഔദാര്യം സ്വന്തം ശരീരത്തിന് ചെലവഴിക്കാനുള്ള ഔദാര്യം വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഹദീസിലുമുണ്ട്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ അവർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂഫയിലെ പള്ളിയിൽ. ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനിരിക്കുന്ന കാഴ്ച കണ്ടു, വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട്. ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട ആൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അടുത്തേക്ക് വരിൻ, ഈ മുസല്ലയുടെ താഴെ 1000 ദിർഹം ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുത്തിട്ട് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു വന്നേക്കണം. 1000 ദിർഹം മുസല്ലയുടെ അടിയിൽ വെച്ചു കൊടുത്തിട്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരിൻ. ആൾ പറഞ്ഞു, ഞാൻ മുതലാളിയാണ് അഹ്മദ് ഇബ്നു ഹംബൽ, എനിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, അമാ സമിഅത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അഥറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു ചെയ്ത നിഅമത്ത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിവന്നു എങ്കിൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ നടക്കരുത്, ഒരു ദാരിദ്ര്യം പിടിച്ച ആളെ പോലെ നടക്കേണ്ടതില്ല. അഹങ്കാരമില്ലാതെ, താൻ പോരിമ തോന്നാതെ, താൻ വലിയ ആളാണെന്ന തോന്നലുകളില്ലാതെ, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും മനോഹരമായ വസ്ത്രം ധരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുൽ അറാഫിലെ 32-ാമത്തെ ഈ ആയത്ത്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിന് മുമ്പിലേക്ക് ഒരു സ്വഹാബിയുടെ ചരിത്രമുണ്ട് ഇതേപോലെ. ആ സ്വഹാബി മോശപ്പെട്ട വസ്ത്രമിട്ട് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലകമാൽ, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ഉണ്ട് നബിയെ, ഉണ്ട്. എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ മാൽ, എല്ലാ തരത്തിലുമുള്ള സമ്പത്തുണ്ട് നബിയെ, ആടുണ്ട്, ഒട്ടകങ്ങളുണ്ട്, എനിക്ക് കച്ചവടമുണ്ട്, എല്ലാം ഉണ്ട്. തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഥറ നിഅമതിഹി അലാ അബ്ദിഹി, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് ചെയ്താൽ ആ നിഅമത്തിന്റെ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്.
അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ എന്ന് സ്വഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിൽക്കി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എക്കോ പ്രശ്നമൊന്നുമില്ലല്ലോ. മിൻ ഹുസ്നി ഹള്ളിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് അൽ മൻസിലുൽ വാസിഉ വൽ മർകബുസ് സ്വാലിഹു والجار الصالح والمرأة الصالحة شفيعنا رسول الله صلى الله عليه وسلم. സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് 4 എണ്ണമാണ്. 4 സൗഭാഗ്യം അല്ലാഹു അനുവദിച്ചതാണ്. ഏത് സത്യവിശ്വാസിക്കും ഏത് സത്യവിശ്വാസിനിക്കും അല്ലാഹു അനുവദിച്ചു കൊടുത്ത സൗഭാഗ്യങ്ങൾ. അൽ മൻസിലുൽ വാസി', വിശാലതയുള്ള വീട്. ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ വെച്ചു പോകല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിനെ കുറിച്ച് മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അവരെ മദീനയിൽ കുഞ്ഞായി തൻ്റെ അമ്മായിയുടെ കൂടെ വളർന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നബി തങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടിയായ ഞാൻ ഒന്ന് കൈപൊക്കിയാൽ തട്ടുമായിരുന്നു നബിയുടെ വീടിൻ്റെ റൂഫ്. അങ്ങനെയായിരുന്നുവെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. കാല് വെച്ചാൽ തല പുറത്ത്, തലകത്തെങ്കിൽ കാല് പുറത്ത്, അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ പറയുന്ന ഹദീസ് എന്ന് മനസ്സിലാക്കണം. അൽ മൻസിലുൽ വാസിഉ, വിശാലതയുള്ള വീട്. മിൻ ഹുസ്നി സആദത്തിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യമാണ്. വൽ മർകബുൽ ഹനീ, ആശ്വാസമുള്ള വാഹനം. വൽ മർഅതു സ്വാലിഹ, വൽമർഅതു സ്വാലിഹ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന സദ്വൃത്തയായ ഒരു ഭാര്യയും. വൽജാറു സ്വാലിഹ്, നല്ല സ്വാലിഹായ ഒരു അയൽവാസിയും. അല്ലാഹുവിനെ ഭയപ്പെടുന്ന അയൽവാസി, സ്വാലിഹായ ഒരു അയൽപക്കക്കാരൻ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, സൗകര്യമുള്ളൊരു വാഹനം, വിശാലതയുള്ളൊരു വീട് മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് വിരോധമല്ല. ഇസ്രാഫ് ചെയ്യരുത്, ധൂർത്ത് ചെയ്യരുത്, അമിതമായി പണം ദുരുപയോഗം ചെയ്യല്ലേ. ഇതാ ശർഅ അവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഹക്കുണ്ട് അനുഭവിക്കാൻ, നിങ്ങൾ അനുഭവിച്ചോളൂ. ഔദാര്യങ്ങളിൽ ഒന്നാമത്തെ ഔദാര്യം ഇതാണ്, സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അത് മാത്രമല്ലല്ലോ, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം തൻ്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ ദാനമാണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലുസ് സ്വദഖതി, സ്വദഖകളിൽ ഏറ്റവും സ്ഥാനമുള്ള സ്വദഖ, ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമുള്ള സ്വദഖകളെ സംബന്ധിച്ച് വിവിധതരം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ പറയുന്നത്, അന്ത തസദ്ദഖ വ അന്ത സ്വഹീഹുൻ സഹീഹുൻ തഖ്ശൽ ഫഖറ വ തഅമുലുൽ ഗിന. ഒരു സ്വദഖയുടെ വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയാം. അവിടെ നിന്ന് പറയുമായിരുന്നു, സ്വദഖകളിൽ ഏറ്റവും സ്ഥാനമുള്ളത് മാ തുൻഫിഖു അലാ ഇയാലിക്, നിങ്ങളുടെ ആശ്രിതർക്ക് ചെലവഴിക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കള്, ഭാര്യ, മക്കൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ സ്വദഖയാണ്. എന്താ വിഷയം എന്നറിയോ? നമ്മൾ ആ ചെലവഴിക്കുന്ന സമയം, അല്ലാഹുവേ നീ ബർക്കത്ത് തരയണമേ, പടച്ചവനെ ഇത് നീ സ്വീകരിക്കണമേ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണല്ലോ, അല്ലാഹുവേ ഹലാല് കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്താൽ അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദാനമാണ്. അത് വലിയ പ്രതിഫലമുള്ള ദാനമാണ്. സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് ആ രീതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏറ്റവും വലിയ ദാനം സ്വന്തം കുടുംബത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദാനമാണ്.